ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. യെശയ്യാ പ്രവചന പുസ്തകം. ഈ പുസ്തക പഠനത്തിൻ്റെ 7ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2-ാം അധ്യായം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ. കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ ആരംഭിച്ചു. വളരെ വേഗത്തിലായിരിക്കും നാം സംസാരിക്കുന്നത്. കഴിയുമെങ്കിൽ ബൈബിൾ തുറന്നു വയ്ക്കുക. കേൾക്കുന്ന വാക്യങ്ങൾ ബൈബിളുമായി ഒത്തുനോക്കുക. ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു പോകും. നിങ്ങൾക്കത് ബൈബിളിൽ നിന്ന് കാണുവാൻ സാധിച്ചാൽ കൂടുതൽ സഹായകരമാണ്. ഇപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മാതൃകാപരമായിട്ടുള്ള യെരുശലേം, 3 യെരുശലേമിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1 മാതൃകാപരമായ യെരുശലേം, 2 യെശയ്യാ പ്രവചിക്കുന്ന സമയത്ത് അപ്പോഴുള്ള യെരുശലേം, അതിൻ്റെ അവസ്ഥ, 3 വീണ്ടെടുക്കപ്പെട്ട വിടുവിക്കപ്പെട്ട യെരുശലേം. ആദ്യം മാതൃകാപരമായ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വചനത്തിൽ പറയുന്ന വാക്യങ്ങൾ വന്ന് വായിക്കാം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. മാതൃകാപരമായ യെരുശലേമിനെ കുറിച്ചുള്ള ചിത്രമാണ് കാണുന്നത്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ നമുക്ക് ഇതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിയും. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം യെരുശലേമിൽ നിന്ന് ആരംഭിക്കുമെന്ന് ലൂക്കോസ് 24 കർത്താവ് 2 ശിഷ്യന്മാർ പറഞ്ഞു. യെരുശലേമിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇവിടെ കാണുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിന് ആദ്യത്തെ 4 വാക്യങ്ങൾ കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇത് മശിയാ ഭാഗമാണ്. അന്ത്യകാലത്ത് എന്ന് പറയുമ്പോൾ അത് യെശയ്യാ എഴുതുമ്പോൾ അന്ത്യകാലത്ത്, ഭാവി കാലത്ത്, ക്രിസ്തുവിൻ്റെ വരവോടുകൂടിയാണ് അന്ത്യകാലം ആരംഭിച്ചത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. യഹോവയുടെ ആലയമുള്ള പർവ്വതം എന്ന് പറയുന്നത് സിയോൻ പർവ്വതത്തെക്കുറിച്ചാണ്. ഇവിടെ പറയുന്ന പ്രമാണം എന്ന് പറയുന്നത് പഴയമത്തിലെ ന്യായപ്രമാണത്തെക്കുറിച്ചല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ക്രിസ്തുവിലൂടെ വന്ന പുതിയ നിയമത്തെക്കുറിച്ചാണ്. 4-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. തുടർന്ന് 5 മുതൽ 4-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ ഈ യെശയ്യാ പ്രവാചകൻ വ്യക്തമായി കാണിച്ചു തരുന്നത്, ചിത്രീകരിക്കുന്നത്, താനിത് സംസാരിക്കുമ്പോൾ അപ്പോഴുള്ള യെരുശലേമിന്റെ അവസ്ഥ എന്താണ് അത് വ്യക്തമായി പറഞ്ഞു. അതിനെതിരെയുള്ള കുറ്റാരോപണമാണ് നടത്തുന്നത്. യെശയ്യാവ് യെരുശലേമിനെതിരെയുള്ള കുറ്റാരോപണം നടത്തിയ ജനത്തിന്റെ പാപം അത്രമാത്രം പ്രകടവും പ്രത്യക്ഷവുമായിരുന്നു. ദൈവത്തിനെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പാപം അതിരി കവിഞ്ഞാൽ ദൈവം ഇടപെടും. അത് വ്യക്തമായി ഇവിടെ കാണിച്ചു തരികയാണ്. മാത്രമല്ല, യെരുശലേമിൽ ജീവിക്കുന്നവർക്ക്, അവിടെ ഉള്ളവർക്ക് വെളിച്ചത്തിൽ നടക്കാനുള്ളൊരു ക്ഷണം കൂടിയാണ്. ജീവിതം മാറ്റിമറിക്കാൻ, ജീവിത രൂപാന്തരം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സന്ദേശങ്ങൾ അവർക്ക് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാനുള്ള ക്ഷണം കൂടിയാണ് അവിടെ കൊടുത്തത്. പക്ഷെ അവരത് കേൾക്കാൻ തയ്യാറായില്ല. അതിനു പകരം ചുറ്റുപാടുമുള്ള ദേശങ്ങളുടെ സ്വാധീനത്തിൽ അവർ നടക്കാൻ ഇഷ്ടപ്പെട്ടു. 6 മുതൽ 8 വാക്യങ്ങളിൽ ചുറ്റുപാടും ഏതൊക്കെ തരത്തിലുള്ള സ്വാധീനങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്, അവർ വീണുപോയതെന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ പറയുന്നത്, എന്നാൽ നീ യാക്കോബ് ഗൃഹമായി നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകൾ, കിഴക്ക് നിന്നുള്ള ദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞു ഫെലിസ്തരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അവിടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവിടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവിടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ രഥങ്ങൾക്ക് എണ്ണമില്ല. അവിടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സൗകര്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു. മനുഷ്യർ വണങ്ങുന്നു, പുരുഷൻ കുനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്വാധീനം, ചുറ്റുപാടുള്ള ദേശങ്ങളുടെ സ്വാധീനം അവരെ വല്ലാതെ സ്വാധീനിക്കുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും പ്രവാചകന്മാർ സംസാരിക്കാറുള്ളത് വിഗ്രഹാരാധനയ്ക്കെതിരാണ്. വിഗ്രഹാരാധനയ്ക്കെതിരെ പ്രവാചകന്മാർ ശക്തമായി സംസാരിക്കും. ഇവിടെ നിങ്ങളുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുരുഷന്മാർ കുനിയാണ് അതിൻ്റെ മുമ്പിൽ. ഒരു പ്രവാചകന്മാരിൽ യെശയ്യാവിൻ്റെ 10-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. പ്രവാചകന്മാർ നിരന്തരം ഈ വളരെ വെറുപ്പുളവാക്കുന്ന ഭാഷകളിൽ തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിക്കുമാറായിരുന്നു. യെരമ്യാവ് 16:18, എസ്കേൽ 5:11, എസക്കേൽ 8:10, എസക്കേൽ 16:36-37, ഹോസിയ 13:2, ഹബക്കൂക്ക് 2:18-20 വരെ. ഇവിടെ എല്ലാം കാണാം പ്രവാചകന്മാരുടെ ശബ്ദം. 9-ാം വാക്യം യെശയ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായം: മനുഷ്യർ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു, ആകയാൽ നീ അവരോട് ക്ഷമിക്കരുത്. ദൈവം ശക്തമായിട്ട് അവരോട് ഇടപെടുകയാണ്. അവരോട് ക്ഷമിക്കരുത് എന്ന് പറയുന്നത് ഇവിടെ നേതൃത്വത്തെക്കുറിച്ചാണ്. യെശയ്യാ പറഞ്ഞ നേതൃത്വത്തോട് ദൈവം നീ ക്ഷമിക്കരുത്.
അപ്പൊ അവരുടെ ജനത്തെ നയിക്കേണ്ട നേതൃത്വം ആ ഉത്തരവാദിത്തം ശരിയായ തരത്തിൽ ചെയ്യുന്നില്ല. അഭക്തരായ നേതൃത്വമാണ്, ജനത്തെ വഴിതെറ്റിക്കുന്നവരാണ്. യെശയ്യാവിനോട് പറയുന്ന ദൈവം അവരോട് ക്ഷമിക്കില്ല. എന്നിട്ട് അടുത്ത 10-ാമത്തെ വാക്യത്തിൽ ശക്തമായ വാക്യമുണ്ട്, യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കിടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. അപ്പം യഹോവയുടെ ഭയങ്കരത്വ നിമിത്തം എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നൊരു പ്രയോഗം പുതിയമത്തിൽ കാണാം. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതിനേക്കാളും ഭയാനകമായ അവസ്ഥയില്ല. ഇവിടെ ഈ യെരുശലേമിന്റെ അല്ലെങ്കിൽ യഹൂദയുടെ നേതൃത്വത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവം അവരെ വെറുതെ വിടരുത്, നീ അവരോട് ക്ഷമിക്കരുത്. ഏൽപ്പിച്ച ജോലി ശരിക്കും ചെയ്യാൻ കഴിയാത്തവരെ കുറിച്ചാണ് 11-ാം വാക്യം. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. അപ്പോൾ അഹങ്കാരവും നിഗളവുമാണ് അവിടെയുള്ള ജനങ്ങളുടെ സ്വഭാവം, പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ സ്വഭാവം. സദൃശവാക്യം 16-ന്റെ 18 നമുക്ക് പ്രസിദ്ധമാണ്. നാശത്തിന് മുമ്പേ ഉന്നത ഭാവം, വീഴ്ചയ്ക്ക് മുമ്പേ നിഗളം. ഇപ്പൊ നിഗളിക്കുന്നവർ തീർച്ചയായിട്ടും വീഴും, ഉന്നത ഭാവമുള്ളവർ തീർച്ചയായിട്ടും വീഴുമെന്നുള്ളത് വ്യക്തമാണ്. കർത്താവ് മാത്രം ഉയർന്നിരിക്കും, യഹോവ മാത്രം അന്നാളിൽ ഉന്നത. ദൈവം മാത്രമാണ് ഉയർന്നിരിക്കേണ്ടത്. നമുക്ക് ഒരിക്കലും തലയുയർത്തി അഹങ്കരിക്കാൻ നിഗളിക്കാൻ യാതൊരു അവകാശമില്ല. ഇപ്പൊ നമുക്ക് യെശയ്യാപ്രവാചകന്റെ ശുശ്രൂഷ ആരംഭിച്ചതിനെ ദൈവത്തിന്റെ പരിശുദ്ധമായ ആ ദർശനം കണ്ടുകൊണ്ടാണ്. അത് 6-ാമത്തെ നമ്മൾ പഠിക്കും. യെശയ്യാപ്രവാചകന്റെ പ്രധാനപ്പെട്ട ചില അധ്യായം കൂടുതൽ സമയം നമ്മൾ എടുത്ത് പഠിക്കാനുണ്ട്, 5-6 അധ്യായങ്ങളെ പോലെ. അപ്പൊ 6-ാം അധ്യായത്തിലാണ് യെശയ്യാവ് ദൈവത്തിന്റെ ആ ദർശനം കാണുകയും താൻ എളിമപ്പെടുകയും ചെയ്തു. ദൈവസന്നിധി ദൈവവേല ചെയ്യുന്ന എല്ലാവർക്കും എളിമ അവരുടെ മുഖമുദ്രയായിരിക്കണം. ദൈവം ശുശ്രൂഷ നൽകിയെന്നുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കോ ധിക്കരിക്കോ നിഗളിക്കോ ചെയ്യാൻ പാടില്ല. തുടർന്ന് 12 മുതൽ 22 വാക്യങ്ങൾ 2-ാം അധ്യായത്തില് സൈന്യങ്ങളുടെ യഹോവയുടെ ദിവസം. ഇവിടെ 12-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും സ്വയം ഉയർത്തുന്ന എല്ലാറ്റിനും ദൈവം തകർത്ത് കളയും. ദൈവം മാത്രമാണ് ഉയർന്നിരിക്കേണ്ട വ്യക്തി. അവ താണുപോകും. ലെബനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കൾ മേലും ബാശാനിലെ സകല കുരുവേലകന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങൾ നോക്കുക, ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർസീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും ഒക്കെ ഉയർന്നിരിക്കുന്ന സകലത്തെ താഴ്ത്തുകയാണ്. മനുഷ്യന്റെ ഗർഭം കുനിയും. 17 പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരുന്നു. ദൈവം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ഉയർത്തുന്ന മഹത്വം. നമുക്ക് എന്തെല്ലാം ഉയർച്ചകൾ വന്നാലും അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുന്നത് വ്യക്തമാണ്. ഇവിടെ വളരെ മനോഹരമായ രീതിയിലാണ് യെശയ്യാവ് സൈന്യങ്ങളുടെ യഹോവയുടെ നാളിനെ കുറിച്ച് പറയുന്നത്. അത് അരസന്നം കെട്ടവരുടെ മേൽ, തല ഉയർത്തുന്ന അഹങ്കാരവും നിഗളമുള്ളവരുടെ മേൽ വരുമെന്ന് വ്യക്തമായി പറയുന്നു. യഹോവയുടെ നാൾ അത് കണക്ക് ചോദിക്കുന്ന ദിവസമാണ്. പലപ്പോഴും പഴയ കാലത്ത് പല യെശയ്യാവിന്റെ 13-6, ആമോസ് 5-ന്റെ 18-20, യോവേൽ 1-ന്റെ 15, യോവേൽ 2-ന്റെ 1, 11, 31, സഫന്യാവ് 1-ന്റെ 7, 14, സക്കറിയ 14-ന്റെ 1, മാലാഖി 1-ന്റെ 21 ഇത് യഹോവയുടെ നാളിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് തന്നെ പറയാറുണ്ട്. കാരണം അവിടെ പറയുന്നത് അത് ദൈവം കണക്ക് കൊടുക്കുന്ന ദിവസമാണ്. ഉപദ്രവിക്കുന്നവരെ കുറ്റവിമുക്തരാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ദിവസമാണ്. ദൈവം മക്കളെ സംരക്ഷിക്കുന്ന ദിവസമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ആമോസ് 8-ന്റെ 11 നിന്നും, യെശയ്യാ 11-ന്റെ 10 നിന്നും, യെശയ്യാ 12-ന്റെ 1 നിന്നും, സക്കറിയ 14-ന്റെ 1 നിന്നും, മാലാഖി 1-ന്റെ 23 നിന്നും ദൈവം ഈ കണക്ക് ചോദിച്ചിട്ട് മാത്രമേ അനുഗ്രഹം തരികയുള്ളൂ. ദൈവത്തിന്റെ ശിക്ഷയുണ്ട്, ന്യായവിധിയുണ്ട്. അതിനുശേഷമാണ് അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് വ്യക്തമായിട്ട് ഈ വാക്യങ്ങൾ പറയും. അപ്പൊ ഇവിടെ പറയുന്ന ഇത്രയുള്ള പ്രധാന ചിന്ത നമുക്ക് കിട്ടേണ്ടത് ഉന്നതഭാവം, നിഗളഭാവം, അഹങ്കാരഭാവം. അതാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായി കാണാം. ഗർവവും ഉന്നതവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും അവ താണുപോകും എന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഉയർത്തുന്ന എല്ലാത്തിനെയും ദൈവം താഴ്ത്തും എന്നവിടെ വ്യക്തമാണ്. കാരണം ഈ മനുഷ്യരെ സംബന്ധിച്ച് അവർ സ്വയം ഉയർത്തുകയാണ് ചെയ്തത്. ദൈവത്തെ ഉയർത്തുന്നതിന് പകരം സ്വയം ഉയർത്തിയാൽ അത് നാശത്തിനുള്ള അവസ്ഥ. ഉന്നതഭാവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ വളരെ മനോഹരമാണ്. ദേവദാരുക്കൾ, ലെബനോനിലെ ദേവദാരുക്കൾ, ബാശാനിലെ കരുവേലകങ്ങൾ, ഉയർന്നിരിക്കുന്ന പർവ്വതങ്ങൾ തുടങ്ങിയ എല്ലാം അവിടെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. ഇവിടെ ഈ കരുവേലകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവദാരു എന്ന് പറഞ്ഞ യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും അവർ മാനിച്ച, ഏറ്റവും അവർ ഇഷ്ടപ്പെടുന്ന, വളരെ പ്രധാനമായി കണ്ടിരുന്ന വൃക്ഷങ്ങളാണ്. 92-ാം സങ്കീർത്തനത്തിന്റെ 12-ാം ഉദാഹരണത്തിന് വായിച്ച് കേൾപ്പിക്കാം. 92-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, നീതിമാൻ പനപോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും.
അത് 104 സങ്കീർത്തനത്തിൻ്റെ 16-ലും എസെക്കിയേൽ 22:6-ലും ഒക്കെ കാണാം. ദേവദാരുക്കൾ അവർ വളരെ വളരെ ഉയർത്തി വളരുന്ന മരങ്ങളാണ്. ബാശാനിലെ കരുവേലകങ്ങൾ അതൊക്കെ ആലങ്കാരികം ഉപയോഗിക്കുകയാണ്. മാത്രമല്ല ഇവിടെയുള്ള ഈ വലിയ മതിലുകൾ, ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും 16-ാം വാക്യം, സകല ഗോപുരത്തിന്മേലും, എല്ലാ തർസീസ് കപ്പലിന്മേലും, മനോഹരമായ ശൃംഗാര ഗോപുരത്തിന്മേലും വരും ന്യായവിധി. അതെല്ലാം അവർക്ക് കൊടുത്തൊരു കപടമായ സുരക്ഷിതത്വമുണ്ട്. വലിയ മതിൽ പണിതപ്പോൾ അവർ വിചാരിക്കും നമ്മൾ സുരക്ഷിതരാണ്. പക്ഷെ 127 സങ്കീർത്തനത്തിൽ ദൈവം പറയും, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരല്ല. തർസീസ് കപ്പലുകൾ, വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള കപ്പലുകളാണ്. യോനയുടെ പുസ്തകം നമുക്ക് അതിനെക്കുറിച്ച് കാണാം. 17-ാമത്തെ വാക്യം, അപ്പോൾ മനുഷ്യന്റെ ഗർഭം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും, യഹോവ മാത്രം അന്നാളി ഉന്നതനായിരിക്കും. ഇപ്പൊ ദൈവത്തിന്റെ ക്രോധം ഈ ഉന്നതഭാവത്തിന്മേൽ അഹങ്കാരം. കാരണം സാത്താൻ പോലും സാത്താനായി തീർന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, മറച്ചു പിടിക്കുന്ന കെരൂബായിരുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന സംഘത്തിന്റെ തലവനായിരുന്ന വ്യക്തി ഉന്നതഭാവം, വികളം, അഹങ്കാരം, താൻ തന്നെ ദൈവത്തോട് തുല്യനാകാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ആ അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയത്. അങ്ങനെ ചെയ്യുന്ന സകല മനുഷ്യർക്കും അത് വരുമെന്ന് വ്യക്തമാണ്. 18-ാം വാക്യം, മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതാകും. ഇവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വ നിമിത്തം, അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹങ്ങളിലും മണ്ണിലെ പോതുകളിലും കടക്കും. ഇപ്പോൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് മനുഷ്യർക്ക്. മിഥ്യാമൂർത്തികൾ, വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുകയാണ്. 17 തവണ വഴിമത്തി കാണുന്ന പ്രയോഗമാണ് മിഥ്യാമൂർത്തികൾ. അതിൽ 10 തവണ യെശയ്യാവിന്റെ പുസ്തകത്തിലാണ്. ഈ ലിസ്റ്റിൽ ഈ പട്ടികയിൽ അവസാനമാണ് മിഥ്യാമൂർത്തികൾ അശേഷമില്ലാതാകുമെന്ന് പറഞ്ഞത്. കാരണം അതാണ് എല്ലാത്തിൻ്റെ കാരണം. വിഗ്രഹാരാധനയുടെ സകലത്തിന് കാരണമായി തീർന്നു. വിഗ്രഹാരാധനയിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവിടെ 135-ാം സങ്കീർത്തന 18-ാം വാക്യത്തിൽ 135-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യത്തിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ഉണ്ടാക്കുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ 135-18 അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരെ അങ്ങനെ. എന്ന് പറഞ്ഞാൽ ജീവനില്ല, ആത്മീകമായ ജീവനില്ലാത്തവരാണ് വിഗ്രഹത്തിന് മുമ്പിൽ കവിണ് വീണ് കിടക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ ന്യായവിധി ദിവസം 19-ാം വാക്യം യെശയ്യാവ് 2, യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ. ഇപ്പൊ 2-ാം അധ്യായം ദൈവമക്കളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷയാണ്. സ്വയം ഉയർത്തുന്നവർക്കെതിരെ, നിഗളഭാവം കാണിക്കുന്ന, ഉന്നതഭാവം കാണിക്കുന്ന അവസ്ഥയ്ക്കെതിരെയുള്ള ശിക്ഷയാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവൻ്റെ ഭയങ്കര നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും അവർ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒളിക്കാൻ നടന്ന ഒരു ശ്രമങ്ങളും വിജയിക്കില്ല. അതവിടെ വ്യക്തമായി പറയുന്നു. കാരണം ദൈവത്തിന് മുമ്പിൽ നിന്ന് ഒളിക്കാൻ പറ്റില്ല. ഏതോ തോട്ടമെന്ന് നമുക്കതറിയാം. വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചാൽ ഒരിക്കലും മറയ്ക്കാൻ പറ്റില്ല, ഒളിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അവൻ്റെ ഭയങ്കര നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനരിക്കും, നരിച്ചീർന്നും എറിഞ്ഞുകളയും. അവർക്ക് മനസ്സിലാകും പ്രയോജനമില്ല. ഈ തുരപ്പനയിലേക്ക് നരിച്ചീർന്ന വിഗ്രഹങ്ങൾ എറിഞ്ഞുകളയുന്ന അവസ്ഥ. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ മനുഷ്യന്റെ നിരർത്ഥകമായ വ്യർത്ഥമായ അധ്വാനങ്ങൾ അദ്ദേഹം കാണിച്ചു കൊടുക്കും. നീ ആശ്രയിക്കുന്ന ഈ വിഗ്രഹത്തെ കൊണ്ട് തുരപ്പനെനിക്ക് കൊടുക്കും, നരിച്ചീറിന് കൊടുക്കും. നിന്നെ രക്ഷിക്കില്ല. നീ ഗുഹയിൽ ഒളിച്ചാലും രക്ഷപ്പെടില്ല, പാറയുടെ വിള്ളലിൽ ഒളിച്ചാൽ രക്ഷപ്പെടില്ല. എന്നെ തള്ളിക്കളഞ്ഞതിൻ്റെ ഭവിഷ്യത്ത് വരുമ്പോൾ, അതിൻ്റെ ക്രോധം വരുമ്പോൾ, ശിക്ഷാവിധി വരുമ്പോൾ, ന്യായവിധി വരുമ്പോൾ എവിടെ ഒളിച്ചിട്ട് രക്ഷയില്ല. ഇത് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. അത് വളരെ ശക്തമാണ്. എന്നിട്ട് 22-ാം വാക്യം 1-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് നല്ല ഒരു ഉപസംഹാരമാണ് 22-ാമത്തെ വാക്യം. അവിടെ എന്താ പറയുന്നത്? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവന് എന്ത് വില മതിപ്പാനുള്ളൂ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുക, അവന് എന്ത് വില കൊടുപ്പാനുള്ളൂ. 3-ാം അധ്യായത്തെ കൃത്യമായി ബന്ധിപ്പിക്കുന്നൊരു വാക്യം കൂടിയാണ്. അതായത് നേതൃത്വത്തിനെതിരെ ദൈവം ശബ്ദമുയർത്തുമ്പോൾ, ന്യായവിധി ഉയർത്തുമ്പോൾ ദൈവം കാണിച്ചിരുന്ന പ്രശ്നം മനുഷ്യനാണ്, വിഗ്രഹമല്ല പ്രശ്നം. വിഗ്രഹം വെറുമൊരു ഫലം, പക്ഷെ കാരണം മനുഷ്യനാണ്. ദൈവത്തിൻ്റെ സത്യത്തെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തള്ളിക്കളയുന്ന മനുഷ്യനാണ് പ്രശ്നം. അവനെ ആശ്രയിക്കുന്നതാണ് പ്രശ്നം. അവനെ തന്നെ ഉയർത്തുകയാണ്. എന്നും ഇതാണ് പ്രശ്നം, സെൽഫ് സെൻറ്റേർഡ്നെസ്. അവനെ തന്നെ ഉയർത്തും. ഇതൊരു സന്നിധിയിൽ വരുമ്പോൾ, പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവനെ തന്നെ ഉയർത്തുന്നു. ഇത് പറഞ്ഞ് അവനെ വിട്ടുകളാ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവന് എന്ത് വില മതിപ്പാനുണ്ട്? അവൻ എന്ത് വിലയാണുള്ളത്? ദൈവമില്ലാത്ത മനുഷ്യൻ എന്ത് വിലയാണുള്ളത്? അവനെ വിട്ടൊഴിവീൻ എന്ന് വ്യക്തമായി പറയുകയാണ്. അവനാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത്. അത് തെറ്റാണ്.
ദൈവത്തെയാണ് മുന്നിൽ നിർത്തുക, ദൈവത്തെയാണ് ഉയർത്തേണ്ടത് എന്ന് വ്യക്തമായി കാണിക്കുക. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ന്റെ 1 വരെ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള താറുമാറായ അവസ്ഥയെ കാണിക്കാൻ പോവുകയാണ്. ഇത് മറക്കരുത്. ശരിക്കുള്ള യെരുശലേം, മാതൃകപരമായ യെരുശലേമിനെ കുറിച്ച് ആദ്യത്തെ 4 വാക്യങ്ങൾ 2-ാം അധ്യായം. തുടർന്നുള്ള 5 മുതലുള്ള വാക്യങ്ങളിൽ യെശയ്യാവ് സംസാരിക്കുമ്പോൾ അപ്പോഴുള്ള യെരുശലേമിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. തകർന്നു കിടക്കുകയാണ്. ഇത് ന്യായവിധിക്ക് വേണ്ടി മാത്രം ഒരുങ്ങിക്കിടക്കുന്നു. ജനങ്ങളോട് നിങ്ങൾ എവിടെ വിളിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ആശ്രയിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. അവസരം എനിക്ക് പോലും വേണ്ടാതെ വരും. തുടർന്ന് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ന്റെ 1 വരെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ താറുമാറായ അവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പ്രവാചകൻ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. ഇവിടെ രാഷ്ട്രീയവും സാമൂഹ്യമായ തകർച്ച അത് യെരുശലേമിനെയും യഹൂദയെയും സംബന്ധിച്ച് 586 BC-ലാണ് സംഭവിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? അവർ മനുഷ്യനെ ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം. 2:22 നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചതുപോലെ മനുഷ്യനെ ആശ്രയിച്ചു. അസീറിയക്കാരും ബാബിലോൺകാരും ദൈവം അവരെ ഉപയോഗിച്ചു. ദൈവത്തിന്റെ കയ്യിൽ വടി പോലെ. ദൈവത്തിന്റെ ജനത്തെ ശിക്ഷിക്കാൻ മറ്റൊരു രാജ്യത്തെ ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ ഒരു വടിയാണ് അസീറിയക്കാരും ബാബിലോൺ. ഈ 2 രാജ്യത്തിലേക്കാണ് പ്രവാസികളായി യെരുശലേമും ഇസ്രായേലും യഹൂദയും പോയത്. അപ്പോൾ ദൈവത്തിന്റെ കോപത്തിന്റെ കയ്യിലെ വടികളായിരുന്നു. യെശയ്യാ വ്യക്തമായി നേതൃത്വത്തിന്റെ പരാജയത്തെ കാണിച്ചു തന്നു. നേതൃത്വത്തിന്റെ പരാജയം, രാഷ്ട്രീയവും സാമൂഹ്യമായ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അതിനെ നല്ല രീതിയിൽ നടത്താൻ ഉത്തരവാദിത്തമുള്ള നേതൃത്വത്തിന്റെ പരാജയം ആദ്യത്തെ വ്യക്തമായി അവതരിപ്പിച്ചു. കാരണം അസ്ഥിരതയുള്ള, ഉറപ്പില്ലാത്ത നേതൃത്വം. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ വ്യക്തമായി കാണിച്ചു തരും. മനുഷ്യനെ ഉയർത്തുന്നൊരവസ്ഥ. ഇവിടെ 1-ാം വാക്യം ഇംഗ്ലീഷിലെ ബിഹോൾഡ് എന്നാണ് തുടങ്ങുന്നത്. കാൺമീൻ എന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്ന പോലെ. അപ്പോൾ 1-ാം വാക്യം പ്രവചനപരമായിട്ട് ദൈവം ഒരു വലിയ ഭീഷണി പറയുകയാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, താക്കീത് കൊടുക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും, അപ്പമെന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 9 പേരുകൾ പറയും നേതൃത്വത്തെക്കുറിച്ച്. വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെ നീക്കിക്കളയും. അപ്പം ദേശത്ത് നിന്ന് ആഹാരം, ആശ്രയം, അപ്പം, വെള്ളം എല്ലാം നീക്കിക്കളയും. നേതൃത്വത്തെ നീക്കിക്കളയും. അത് നേതൃത്വത്തിൽ 9 തലക്കെട്ടുണ്ട്. അതിൽ 7 പേരും 7 ശരിയായിട്ടുള്ള നേതൃത്വമാണ്, നല്ല നേതൃത്വത്തിൻ്റെ യോഗ്യതകളായി പറയുന്ന വാക്കുകളാണ്. 2 അത് തെറ്റായ 2 നേതൃത്വത്തെക്കുറിച്ച് പറയും, മന്ത്രവാദിയും പ്രശ്നക്കാരനും. എല്ലാവരും നീക്കിക്കളയും. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് വിചാരിച്ച നേതൃത്വത്തെ തകർത്ത് കളയും. ആ വലിയ അവസ്ഥ ഇവിടെ കാണിക്കുകയാണ്. എന്നിട്ട് 4 മുതൽ 7 വാക്യങ്ങളിൽ അതിന് പകരം 4 മുതൽ 7 വരെ ഇങ്ങനെ വായിക്കാൻ, ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരായി വയ്ക്കും, ശിശുക്കൾ അവരെ വാഴും. ഒരുത്തൻ മറ്റൊരുത്തവനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. ഒരുത്തൻ തൻ്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച്, നിനക്ക് മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ അധിപതിയായിരിക്കുക, ഈ ശൂന്യശിഷ്ട നിന്റെ കൈവശമിരിക്കട്ടെ എന്ന് പറയും. അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട്, വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല, എൻ്റെ വീട്ടിൽ ആഹാരവുമില്ല, വസ്ത്രമില്ല, എന്നെ ജനത്തിന് അധിപതിയാക്കരുത് എന്ന് പറയും. അപ്പോൾ ഈ 4 മുതൽ 7 വാക്യങ്ങളിൽ രാഷ്ട്രീയമായ സാമൂഹ്യമായ ആശയക്കുഴപ്പം, താറുമാറായ യെരുശലേമിൻ്റെ അവസ്ഥയെ കാണിച്ചിരിക്കുകയാണ്. കാരണം ഉറപ്പുള്ള, നിശ്ചയമുള്ള, ബലമുള്ള, സ്ഥിരതയുള്ള ഒരു നേതൃത്വം അവിടെ ഇല്ല. അവരെല്ലാം നീക്കം ചെയ്യും. അവരെല്ലാം ആഹാരവും വെള്ളവും ഒക്കെ നീക്കം ചെയ്തതുപോലെ. ഇതെല്ലാം ദൈവത്തോട് മറുതലിച്ചതിൻ്റെ ഫലമാണ്. ഭൂമി അനുഭവിക്കുന്ന പലവിധ അവസ്ഥകളുടെ കാരണം അതാണ്. ഒരു മേലങ്കി ഉള്ളതുകൊണ്ട് നേതൃത്വത്തിലേക്ക് വരാവുന്ന ആഗ്രഹമുള്ള അവസ്ഥകൾ അവിടെ കാണുന്നു. അതെല്ലാം ദൈവം നീക്കം ചെയ്യുകയാണ്. ശിശുക്കൾ വരെ ഭരിക്കും. ബാലന്മാരൊക്കെ പ്രഭുക്കന്മാരെ വാഴും. ആ തരത്തിലുള്ള അവസ്ഥയിലേക്ക് വരെ തരം താഴുകയാണ്. ബഹുമാനം നഷ്ടപ്പെടും. ശിശുക്കൾ പ്രായമുള്ളവരെ മാനിക്കാത്ത അവസ്ഥ വരുന്നു. ആകപ്പാടെ തകർച്ചയും ധിക്കാരപരമായ പെരുമാറ്റം പരസ്പരമൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. ഇതൊക്കെ വ്യക്തമായി ഇവിടെ കാണിക്കും. എന്നിട്ട് 8 മുതൽ 12 വാക്യങ്ങൾ യെശയ്യാവ് ആ അവസ്ഥ കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായിട്ട് പറയുന്നത് പ്രകടമായ പാപം. യഹോവയുടെ തേജസ് കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം, യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവർത്തികളും അവന് വിരോധമായിരിക്കാൻ യെരുശലേം ഇടിഞ്ഞു പോകും. ഇവിടെ സംസാരം ശരിയല്ല, പ്രവൃത്തി ശരിയല്ല. തേജസ്സുള്ള യഹോവയുടെ കണ്ണിന് വെറുപ്പ് തോന്നുന്ന. നമ്മൾ യെശയ്യാ പറഞ്ഞ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ ആരാധനയെക്കുറിച്ച് കണ്ടു. 12 വാക്കുകൾ കണ്ടു. അസഹ്യം, വെറുപ്പ്, മതിവന്നു, മടുത്തു എന്നൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണിനും ജനത്തിൻ്റെ സ്വഭാവം, പരസ്പരമുള്ള ബഹുമാനമില്ലാത്ത സ്വഭാവം. യൗവനക്കാർ മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല, ധിക്കാരപരമായിട്ട് ഇടപെടും. ഇതെല്ലാം അവിടെ നാവെന്ന് പറഞ്ഞത്.
അവിടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കാൻ യെരുശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണുപോകും. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സ്വതോം പോലെയും തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു. അതിനെ പരസ്യമാണ് പാപം, രഹസ്യമല്ല. അതിനെ മറക്കുന്ന അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. നീതിമാനെക്കുറിച്ച് അവന് നന്മ വരും എന്നും പറയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വതോമിനെ കുറിച്ച് നമുക്കറിയാം, ഉൽപ്പത്തി 19 125 വാക്യങ്ങൾ. ഇപ്പോൾ പ്രകടമായ പാപം, പ്രകടമായ മത്സരം ഈ ഇസ്രയേലും യഹൂദയും യെരുശലേമിലും. പക്ഷെ അതേസമയത്ത് 10-ാം വാക്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷ. അവിടെ ഇടയ്ക്ക് നീതിമാന്മാരെ കുറിച്ച് നീതിമാനെക്കുറിച്ച് അവന് നന്മ വരും എന്ന് പറയും. തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കും. ഈ അന്തരീക്ഷത്തിൽ സാഹചര്യത്തെ പഴിയാരാതെ, സാഹചര്യത്തിൽ സ്വാധീനിക്കപ്പെടാതെ ജീവിതം നീതിയോടെ നിലനിർത്തുന്ന കുറച്ചുപേർ അവിടെ നടുവിൽ ഉണ്ട് എന്നുള്ളത് വളരെയധികം പ്രത്യാശയുള്ള കാര്യമാണ്. അപ്പോൾ ദൈവം വ്യക്തമായിട്ട് അവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് നന്മ വരും എന്ന് വ്യക്തമായി പറയുകയാണ്. പഴയത്തിൽ എപ്പോഴും നീതിമാൻ, നീതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. 12-ാം വാക്യത്തിൽ എൻ്റെ ജനമോ കുട്ടികളവരെ പീഡിപ്പിക്കും. അപ്പം ഇപ്പോഴത്തെ യെരുശലേമിൻ്റെ അവസ്ഥ ഇതാണ്. പ്രവാചകൻ ദർശനം വെളിപാടിലൂടെ പറയുകയാണ്, എൻ്റെ ജനമോ കുട്ടികളവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരും പ്രഭുക്കന്മാരും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോടെ തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്ത് നിങ്ങളുടെ വീടുകളിലുണ്ട്. നിങ്ങളുടെ ജനത്തെ തകർത്ത് കളവാനും എളിവരെ ദുഃഖിപ്പിക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈനികരുടെ യഹോവ കർത്താവിൻ്റെ ഇടപെടൽ. നേതൃത്വത്തോടാണ് വീണ്ടും ശക്തമായി ഇടപെടുന്നത്. അതേ ന്യായവിധിക്കായി അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ നേരായി വഴി നടത്തേണ്ടവരാണ്. പക്ഷെ അതിനു പകരം നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, ജനത്തെ വഴിതെറ്റിക്കുന്നു. എൻ്റെ ജനമോ കുട്ടികളവരെ പീഡിപ്പിക്കുന്നു. നടത്തേണ്ടുന്നവർ വഴിതെറ്റുന്നു, നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. അവിടെ യഹോവ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ന്യായവിധിക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം അവിടെ കാണാം. എത്ര വ്യക്തമാണ് യെശയ്യാവ് സംസാരിക്കുന്നത് അപ്പോഴത്തെ യെരുശലേമിൻ്റെ അവസ്ഥ. കാരണം പ്രത്യേകിച്ച് ദരിദ്രരെ പീഡിപ്പിക്കുന്ന അവസ്ഥ, അനാഥരെ വിധവമാരെ പീഡിപ്പിക്കുന്ന അവസ്ഥ എന്നും പ്രവാചകന്മാരുടെ ഒരു കരുതലാണ്, കൺസേണാണ്. യെശയ്യാവ് 10-ന്റെ 1, 2, 11-ന്റെ 4, 58-ന്റെ 7 കാണും. അവിടെ ആമോസും ഇത് പറയും. ആമോസ് 4-ന്റെ 1, ആമോസ് 5-ന്റെ 11, 12. മാത്രമല്ല തുടർന്ന് ഈ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞത് കൂടാതെ അടുത്ത 16 മുതൽ 26 വരെ അവരുടെ സ്ത്രീകളെ കുറിച്ച് പറയും. രസമാണ് ആ പ്രയോഗങ്ങൾക്ക് വായിക്കാൻ. 16 മുതൽ 26 യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറി കണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും എന്ന് കർത്താവുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം അവളുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മുക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ശോമപാഠം, കല്ലാവ്, മൂടുപട എന്നിവ നീക്കളയും. അലങ്കാരം തെറ്റല്ല. പക്ഷെ അലങ്കാരം പുറമേയുള്ള അലങ്കാരത്തെക്കാൾ കൂടി ഹൃദയത്തിന്റെ മനുഷ്യരാണ് അലങ്കരിക്കപ്പെടേണ്ടത് പത്രോസിലൂടെ പറയും. ഇവരുടെ അലങ്കാരത്തെക്കുറിച്ചല്ല ദൈവം പറഞ്ഞു, അതൊന്നും തെറ്റല്ല. പക്ഷെ ഇവിടെ ജീവിതം ശരിയല്ല, ഇവിടെ ഹൃദയവും മനസ്സ് ശരിയല്ല. ഇത് നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ച പകരം കയറും, പുരികുഴലിൽ അതായത് നല്ല ഉറച്ച നല്ല തിക്കായ തലമുടി, അതിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. അവിടെ സ്ത്രീകളെ വിവരിക്കുകയാണ് പ്രവാചകൻ വ്യക്തമായിട്ട്, വളരെ വളരെ വ്യക്തമായിട്ട്. വശീകരണ സ്വഭാവമുള്ള, വശീകരിക്കുക എന്ന ജീവിത ലക്ഷ്യത്തോടുകൂടി വസ്ത്രം ധരിക്കുന്ന, പുരുഷന്മാരെ ആകർഷിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വസ്ത്രധാരണം നടത്തുന്ന ഇവിടെ സ്ത്രീകളെ കുറിച്ച് വ്യക്തമായി അവതരിപ്പിച്ചു. സെൽഫ് സെന്റേഡ്നെസ്, അവരെ മാത്രം ഉയർത്തിപ്പിടിച്ചു. ഇവിടെ ശരീരങ്ങളെ മാത്രം ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. മര്യാദയും ഔചിത്യവും എല്ലാം നഷ്ടപ്പെട്ട വസ്ത്രധാരണം, അലങ്കാരം, അതിനെക്കുറിച്ച് വ്യക്തമായി വിവരിച്ചു. കാരണം ദേശം നശിക്കുമ്പോൾ എല്ലാ ഭാഗവും നശിക്കുകയാണ്. 24-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇൻസ്റ്റഡ് ഓഫ്, ഇവിടെ പെട്ടെന്ന് തന്നെ യേശയ്യാവ് വൈരുദ്ധ്യം പറയും. എന്താണ്? സുഗന്ധത്തിന് പകരം ദുർഗന്ധം, അരക്കച്ചയ്ക്ക് പകരം കയറ്, സമർത്ഥമായ തലമുടി, അത് പുരികുഴലിന് പകരം കഷണ്ടി, ഉടയാടയ്ക്ക് പകരം രട്ട്, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പ്.
എല്ലാത്തിനും തിരിച്ചുള്ള അവസ്ഥ ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അടിസ്ഥാന പ്രശ്നം ദൈവത്തെ തള്ളിക്കളയും, ദൈവത്തിന് മുഖം തിരിച്ച് നടക്കുന്നു. ദൈവം പ്രശ്നമല്ല, അവൻ സ്വയം ഉയർത്തുന്നു. നിഗളവും അഹങ്കാരവും ഉന്നത പാവവും. 3:25 മുതൽ 4:1 വരെ പറയുമ്പോൾ യെശയ്യാ വ്യക്തമായി ചിത്രീകരിക്കുന്നു ആ രാജ്യത്തിൻ്റെ പരാജയം. അവിടെ പറഞ്ഞ പുരുഷന്മാർ വീഴുകയാണ്, വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. പരാജയമാസന്നം. ഇവിടെ ആത്മീകമായി തകർന്നു കഴിഞ്ഞാൽ പരാജയമാസന്നം. വെള്ളിയും പൊന്നുമൊക്കെ നിറയുന്നുണ്ടാകാം, പക്ഷെ പരാജയപ്പെടും. അതിൻ്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. അന്ന് 7 സ്ത്രീകൾ, 4:1, 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം, നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന് നീക്കിക്കളയണമേ എന്ന് പറയും. ഇപ്പോൾ 3:25 മുതൽ 4:1 വരെ യെശയ്യാവ് ചിത്രം വ്യക്തമായി വരച്ചു കാണിക്കുന്നത് പരാജയപ്പെട്ട നഗരം, പരാജയപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പരാജയപ്പെട്ടു. വീരന്മാരാണ് വീഴുന്നത്, രാജ്യമാണ് നിർമൂലമാകുന്നത്. യുദ്ധത്തിലേക്ക് കുറച്ചു പേർ അവശേഷിക്കുന്നുണ്ടാകാം. അവിടെ അതാ 4:1 പറയുന്ന പോലെ 7 സ്ത്രീകൾ പുരുഷനെ പിടിച്ചിട്ട് പറയും, ഞങ്ങളുടെ സ്വന്തം ചെലവ് കൊണ്ട് ജീവിച്ചോളാം, ഞങ്ങൾ നിന്റെ ഭാര്യയാണെന്നുള്ള പേര് മാത്രം, സമൂഹത്തിൽ വ്യക്തിത്വത്തിന് വേണ്ടി, നിയമപരമായ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ സ്വന്തം ചെലവിൽ ജീവിച്ചോളാം, പക്ഷെ നിന്റെ ഭാര്യമാരാണ്. 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും നിന്റെ ചെലവൊന്നും വേണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ആയി ജീവിച്ചോളാം. അങ്ങനെ സമൂഹത്തിലെ നിലനിൽപ്പിന് വേറെ വഴിയില്ല. കാരണം പുരുഷന്മാരൊക്കെ നശിക്ക് വീണുപോയി. രാജ്യത്തുള്ള ശിക്ഷാവിധിയും വരുമ്പോൾ ഇവർക്ക് നിലനിൽപ്പില്ല. അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ യെശയ്യാവ് മാതൃകാപരമായി യെരുശലേമിനെ വരച്ചു കാണിച്ചു. ആദ്യത്തെ 4 വാക്യം, പെന്തക്കോസ്ത് നാളിൽ നിവൃത്തിയായ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട സത്യവചനം, ഉപദേശം, പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിക്കപ്പെട്ട കർത്താവിൻ്റെ സഭ. പക്ഷെ ഇപ്പോൾ ഇത് പറയുമ്പോൾ യെരുശലേമിൻ്റെ അവസ്ഥ എന്താണ്? നേതൃത്വത്തിൻ്റെ പരാജയം. പലപ്പോഴും നേതൃത്വത്തിൻ്റെ പരാജയമാണ് ജനങ്ങൾക്ക് തകരാൻ കാരണം. പിന്നെ ജനങ്ങൾ നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ശ്രദ്ധിക്കണം. അതിൻ്റെ ശിക്ഷ പക്ഷെ വാതുക്ക ദൈവം നിൽക്കുകയാണ്, ന്യായാധിപതിയായി യാക്കോബ് പറയുന്ന പോലെ. എല്ലാ തിന്മകളും തെറ്റുകളും ദൈവം സന്ദർശിക്കും. പ്രത്യേകിച്ച് ഉന്നതമാണ്, തങ്ങളെ തന്നെ ഉയർത്തുന്ന അവസ്ഥ. ദൈവത്തെ താഴ്ത്തിയിട്ടാണ് കയറി കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹെരോദാവിൻ്റെ പുസ്തകം അപ്പോസ്തലത്തിൽ 12-ാമത്തെ നമുക്കത് അറിയും. കൃമിക്കായിരയായി നമ്മൾ എന്താണെന്ന് കാണിച്ച ദൈവം. നമ്മൾ കൃമിയാണ്. ഈ ഉന്നത ഭാവം ഉണ്ടാകുന്ന ഈ ശരീരവും നികളഭാവം ഉണ്ടാകുന്ന ഈ മനസ്സിൻ്റെ ഒക്കെ കൃമികൾ പിടിക്കുന്നതാണ്. കൃമി നിറഞ്ഞതാണിത്. 4 ദിവസം കഴിഞ്ഞാൽ അവർ മരിച്ചിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ ദൈവത്തെ വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥ, ഈ വെറുപ്പുളവാക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെയും. അപ്പോൾ ഇത് നമുക്ക് തുടരാം. അടുത്തത് 4-ാമത്തെ 2 മുതൽ 6 വരെ വീണ്ടെടുക്കപ്പെട്ട യെരുശലേം. അറിയാൻ വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്, നല്ല വേറെ വഴിയില്ല. പക്ഷെ ചില അധ്യായങ്ങൾ നമ്മൾ അല്പസമയം കൂടുതൽ ചിന്തിക്കുക, 5-ാം അധ്യായത്തിലും 6-ാം അധ്യായം പോലെയൊക്കെ. പക്ഷെ ഇത് ഒരു അടിസ്ഥാനമാണ്. ചിന്തിക്കുക. എപ്പോഴും പഠിക്കുമ്പോൾ കഴിയുമെങ്കിൽ ബൈബിൾ തുറന്നു വയ്ക്കുക. ഞാൻ വേഗത്തിൽ വായിച്ചു പോകുന്നത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും പരിചയം വേണം പുസ്തകമായിട്ട്. അപ്പോൾ നിങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ പഠനത്തിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.